ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്ന് വളരെ നല്ലൊരു ദിവസമാണ്, പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. എൻ്റെ പേര് നാരായൺ പോറ്റി എന്നാണ്. ഞാൻ ആലുവ സേവാപാർട്ടിയുടെ പ്രസിഡൻ്റാണ്. ഇന്നത്തെ വളരെ വലിയ പ്രത്യേകത എന്താ വെച്ചാൽ, ഇന്ന് നമുക്കിവിടെ നമ്മുടെ കൂടെ കുറേ യുവാക്കളുണ്ട്. യുവമോർച്ചയുടെ പ്രവർത്തകരാണ്. അവരുടെ മുഖം കിടന്ന് അറിയാൻ എല്ലാവരും സന്തോഷമായിട്ട് എനർജറ്റിക്കായിട്ട് നിൽക്കുന്ന പിള്ളേരാണ്. ഇന്നത്തെ അതുകൂടാതെ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ്റെ ഞങ്ങൾ ഉണ്ണിച്ചേട്ടൻ വിളിക്കും. ഉണ്ണിച്ചേട്ടൻ്റെ വല്യച്ഛൻ്റെ ശ്രാദ്ധത്തിനാണ് അല്ലേ. അവരാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പ്രോജക്റ്റിലേക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ആലുവ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നമ്മൾ 2.5 വർഷമായിട്ട് എവറി ഡേ ഗിവിംഗ് ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ടു പേഷ്യൻസ് ആൻഡ് ബൈസ്റ്റാൻഡേഴ്സ്. ആ പ്രോജക്റ്റിലേക്ക് ഞാൻ യുവമോർച്ചയുടെ പ്രവർത്തകരെയും ഉണ്ണികൃഷ്ണൻ്റെ ഫാമിലിയെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യും. ഇന്നത്തെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, യുവമോർച്ച പ്രവർത്തകർ ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഡൈനാമിക് പ്രധാനമന്ത്രിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അതോടനുബന്ധിച്ച് യുവമോർച്ച പ്രവർത്തകർ ഇവിടെയുള്ള പേഷ്യൻസും ബൈസ്റ്റാൻഡേഴ്സും 60 വയസ്സ് കഴിഞ്ഞവർക്ക് പുതപ്പ്, അതായത് പുതപ്പ് വിതരണം ചെയ്തു. അതുമായിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അവർ എല്ലാവർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു. ഇവർ സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ യുവാക്കളെക്കും ചെയ്യാൻ പറ്റുന്ന മാതൃകയായിട്ട് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇവരിലേക്ക് വരാം. ഇത് ഉണ്ണികൃഷ്ണൻ്റെ മോളാണ്. മോളുടെ പേരെന്താ? ചന്ദന. ചന്ദന എന്താ ചെയ്യുന്നത്? ഞാൻ ഫൈനൽ ഇയർ LLB സ്റ്റുഡൻ്റാണ്. LLB സ്റ്റുഡൻ്റ് ഇടയ്ക്ക് ഈ ഇഡ്ഡലിയെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? ഞാൻ 3rd ടൈമാണ് ഇവിടെ വന്നിട്ട് കൊടുക്കുന്നത്. സന്തോഷം. പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ രക്ഷിക്കുന്നവർക്ക് ഫുഡ് കൊടുക്കുക എന്ന് പറയാനാണ് ഏറ്റവും വലിയ പുണ്യമായിട്ട് ഞാൻ കാണുന്നത്. ഓക്കെ, എന്താ പേര്? അനുവിൻ്റെ അഭിപ്രായം എന്താ? വളരെ നല്ല കാര്യമല്ലേ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം 2-2.5 വർഷമായിട്ട് ഇതിവിടെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ചന്ദ്രൻ്റെ നേതൃത്വത്തിൽ, സേവാഭാരതിയുടെ നേതൃത്വത്തിൽ. അപ്പോൾ ഒരുപാട് അക്ഷരനരായിട്ടുള്ള ആളുകൾക്ക് അത് വളരെ ഉപകാരപ്പെടുന്നൊരു കാര്യമാണ്. എന്താ പറയുക, ഇതെങ്കിലും അനുഭവിച്ച് ഇനിയും തുടർന്നു പോകാൻ സാധിക്കട്ടെ എന്ന് തന്നെ പറയുന്നത്. നമ്മുടെ കൂടെ സെന്തിൽജി ഉണ്ട്. ചേട്ടൻ്റെ അഭിപ്രായത്താണ് രാജിയുടെ അഭിപ്രായം. സേവാഭാരതി പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വളരെയേറെ ത്യാഗോജ്ജലമായൊരു പ്രവർത്തനം നടത്തുന്നുണ്ട്. കാരണം ഇതിൻ്റെ ദൈനംദിന പ്രവർത്തന ആവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്താനായിട്ട് വളരെയേറെ കഷ്ടപ്പെടുന്നത് നമുക്കറിയാം. പല വിധത്തിലും നമ്മൾ അന്നത്തെ മനോഭാവമുള്ള ആളുകളെ കണ്ട് അവിടെ നിന്നും ഫണ്ട് കളക്ട് ചെയ്തിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. ഇത്രയും വലിയ ജീവകാരുണ്യ പ്രവർത്തനം ആലുവയിൽ തന്നെ വേറെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇല്ലെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എന്തായാലും എല്ലാ തരത്തിലും അഭിനന്ദനം സേവാഭാരത പ്രവർത്തനം അറിയിക്കുന്നു. ഓക്കെ, ഇനി നമ്മുടെ കൂടെ കുറേ യുവാക്കളാണുള്ളത്. സുരേഷ് ജി ഉണ്ട്. അതുകൂടാതെ മോളുടെ പേരെന്താ? ഡെസ്മ. അടിപൊളി പേരാണ്. ഏരൂർന്നാണ് വല്ല. ഡെസ്മയുടെ അഭിപ്രായം എന്താ? വളരെ സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഭക്ഷണം കഴിച്ച് മനസ്സ് നിറയാന്നുള്ളൊരു പല പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് മനസ്സ് നിറഞ്ഞ് ഒരു കാര്യം ചെയ്യാൻ എന്നെ വിളിച്ച എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട്. അത്ര സന്തോഷം മാത്രമേ ഉള്ളൂ. ഡെസ്മയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? ഈ കൂടെയുള്ളവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഇത് വിഷ്ണു. സംസ്ഥാന സെക്രട്ടറി. വിഷ്ണു എന്ന പേര്. യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഇതൊരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. യുവമോർച്ച ആയാലും സേവാഭാരതി ആയാലും വർഷങ്ങളായിട്ട് ഒപ്പം ചേർന്നിട്ടുണ്ട്. 7 വർഷം ഇതിലൂടെ പോയ സമയം പ്രവർത്തകനായിട്ട് ആ സമയം മുതൽ സേവാഭാരതിയുമായിട്ട് എനിക്ക് ചേർന്ന് പോന്നിട്ടുണ്ട്. ഇതൊരു പുതുമയല്ല, ഇനി അങ്ങോട്ടും പുതുമയായിരിക്കില്ല. ഇതൊരു ഭാഗമാണ്. യുവമോർച്ചയുടെ എറണാകുളം നോർത്ത് ജില്ലാ പ്രസിഡന്റാണ്. നമ്മൾ ഇന്ന് ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മൾ പ്രധാനമായിട്ടും അശരണർക്ക് ഒരു കൈത്താങ്ങെന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ പുതപ്പ് വിതരണവുമായിട്ട് മോദിജിയുടെ പിറന്നാളിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ അത് തെരുവോരത്ത് കിടക്കുന്ന സാധാരണക്കാർക്ക് കൊടുക്കാമെന്നുള്ള രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇന്നലെ ആലുവയിൽ ചെന്നപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ മൊത്തം ഒരു സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള രീതിയിൽ നമുക്ക് തോന്നി. അപ്പോഴാണ് പ്രദീപേട്ടൻ ജില്ലാ പ്രസിഡന്റ് ബ്രഹ്മഞ്ചേട്ടൻ്റെയൊക്കെ അഭിപ്രായ പ്രകാരം ഇന്ന് നമുക്ക് ജില്ലാ ആശുപത്രി കൊടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ഭക്ഷണ വിതരണത്തിനും ഭാഗമാകാൻ വേണ്ടിയിട്ട് സെന്തിലേട്ടൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നേരത്തെ ഡെസ്മ പറഞ്ഞ പോലെ ഓരോ ബൈസ്റ്റാൻഡേഴ്സ് ആണെങ്കിലും പേഷ്യൻസ് ആണെങ്കിലും അവർക്ക് നമ്മൾ ആവശ്യാനുസരണം ഈ ഭക്ഷണം കൊടുത്തു കഴിയുമ്പോൾ അവരുടെ മനസ്സിൽ നിറയുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. ഇനി കൂടാതെ നമ്മൾ 60 വയസ്സിന് മുകളിലുള്ളവർക്ക് നമ്മൾ ഈ നമ്മുടെ ഒരു സേവന പ്രവർത്തനം എന്നുള്ള രീതിയിൽ പുതപ്പ് വിതരണം ചെയ്യുന്നു.
എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം ആദരണീയ നരേന്ദ്രമോദിയുടെ 25ാം ജന്മദിനമായിട്ട് യുവമോർച്ച എറണാകുളം നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പല സേവന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നടന്നു വരികയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു. ഇന്നലെ നമ്മൾ പറവൂർ മേഖലയിൽ നമ്മൾ പൊതിച്ചോറ് വിതരണം ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ടാണ് പുതപ്പ് വിതരണം നടക്കുന്നത്. കൂടാതെ നമുക്കിന്ന് വളരെ സന്തോഷമായ നിമിഷമാണ്. കാരണം സേവാഭാരതിയുടെ ഈ പ്രഭാത ഭക്ഷണ വിതരണത്തിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. എല്ലാവിധ ആശംസകളും. എൻ്റെ പേര് വിഷ്ണു, എറണാകുളം നോർത്ത് ജില്ലാ സെക്രട്ടറിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് സേവാഭാരതിയുടെ ഒപ്പം ഒരു പ്രഭാത വിതരണത്തിന് പങ്കെടുക്കുന്നത്. ഇതിന് വളരെ സന്തോഷം. നമസ്കാരം. ഭാരതീയ ജനതാ യുവമോർച്ച യുവാക്കൾക്കൊരു മാതൃകയായി തീരുന്ന ഒരു സന്ദർഭമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ഇത്തരം യുവമോർച്ച പ്രവർത്തകർ നടത്തുന്ന ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കേരളത്തിലെ എല്ലാ യുവാക്കളും ഏറ്റെടുത്തുകൊണ്ട് ഭാവി തലമുറയെ നല്ല ഒരു ജീവിത രീതിയിലേക്ക് കൊണ്ടുവരാൻ ഇവർക്കും സാധിക്കുന്നുണ്ട്. ഇതൊരു മാതൃകയാണ് ഈ യുവമോർച്ച പ്രവർത്തകർക്കും. അതേപോലെ 2 വർഷമായി ഈ ആലുവ ജില്ലാ ആശുപത്രിയിൽ നടക്കുന്ന പ്രഭാത ഭക്ഷണം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന സേവാഭാരതി, ആ സേവാഭാരതിയുടെ പ്രവർത്തനത്തിനും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ്. നമ്മുടെ ഉണ്ണികൃഷ്ണൻജി വന്നിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻജി വന്നിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ കൊച്ചിൻ റിഫൈനറിലാണ് വർക്ക് ചെയ്യുന്നത്. ജസ്റ്റ് പരിചയപ്പെടുന്നു മാത്രമേ ഉള്ളൂ. ഉണ്ണികൃഷ്ണൻജിക്കും ഫാമിലിക്കും ഇവിടെ കൂടിയിരിക്കുന്ന സെന്തിൽജി, ലാൽജി അല്ലേ, എനിക്ക് പേരെല്ലാം വിഷ്ണു, അനൂപ്, ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല, പേരെല്ലാം ഓൾറെഡി പറഞ്ഞാണ്. ഇവരുടെ മുഖത്ത് നല്ല ചിരിയുണ്ട്, സന്തോഷമുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. ഇന്നത്തെ ശ്രാദ്ധം ഉണ്ടായിരുന്ന അദ്ദേഹത്തിനും എല്ലാ ഓർമ്മകളും നമ്മൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഭാവിയിൽ നല്ലൊരു വിജയം ഉണ്ടാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. വണ്ടർഫുൾ ഡേ. താങ്ക് യു.